ഗസയിൽ ഇസ്രായേലിൻ്റെ ക്രൂരമായിരിക്കുന്ന ആക്രമണ പരമ്പര 20 ഫലസ്തീനികൾ കൊല്ലപ്പെട്ട റിപ്പോർട്ട് പുറത്തു വന്നു. വെടിനിർത്തലിന് ശേഷം ഇത്ര വലിയൊരു കൂട്ടമരണം നടക്കുന്നത് ഇതാദ്യമായിട്ടാണ് എന്ന റിപ്പോർട്ടും ഇതിനോടനുബന്ധിച്ച് തന്നെയുണ്ട്. വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ ആയതിനു ശേഷം 1209 ഫലസ്തീനികളെ ഇസ്രായേൽ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ പ്രവർത്തനം, അതായത് വെടിനിർത്തൽ എന്ന് പറയുന്ന സംഭവങ്ങൾ യഥാർത്ഥത്തിൽ പാലിക്കേണ്ടത് പാലസ്തീനാണ്, ഇസ്രായേൽ അല്ല എന്ന് പല ഘട്ടങ്ങളിലായിട്ട് അവർ തെളിയിച്ചതാണ്. ഇപ്പോൾ നടക്കുന്ന സംഭവത്തെക്കുറിച്ചുള്ള വിഷയത്തിൻ്റെ ഇങ്ങനെ പറയുന്നു. ഏതാനും ദിവസം മുമ്പാണ് ട്രംപിൻ്റെ ഒരു പ്രഖ്യാപനം വന്നത്. ആ ട്രംപിൻ്റെ പ്രഖ്യാപനത്തിൽ പറയുന്നത് ഹമാസ് ആയുധം വെച്ചിട്ട് കീഴടങ്ങുക, ഹമാസ് ആയുധം കൈമാറുക, അതായത് അന്താരാഷ്ട്ര ഈ സൈനിക വിഭാഗത്തിന് മുൻപിൽ എന്ത് ചെയ്യണം, ആയുധം വെക്കണം, ആയുധം അവർക്ക് കൈമാറണം. അതിനോടനുബന്ധിച്ച് തന്നെ ഘട്ടം ഘട്ടമായ രീതിയിൽ ഇസ്രായേൽ സൈന്യം പിന്മാറും. ഇതിനെക്കുറിച്ച് ഇസ്രായേൽ യാതൊരു പ്രതികരണം നടത്തിയിട്ടില്ല. ഇപ്പോൾ യഥാർത്ഥത്തിൽ ട്രംപ് പറയുന്ന കാര്യത്തിന് വിരുദ്ധമായിരിക്കുന്ന നിലപാടെടുക്കുക എന്നുള്ളത് ഇസ്രായേലിനിപ്പോൾ അതൊരു രസമായിരിക്കുകയാണ്. അത് ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അങ്ങനത്തെ ആയിരുന്നു. ലെബനാനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇറാനും അമേരിക്കയും തമ്മിൽ നേരിട്ടൊരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയപ്പോൾ ആ കരാർ വ്യവസ്ഥയിൽ പറയുന്ന പ്രധാന കാര്യങ്ങളിലൊന്ന് ലെബനാനെ ഇസ്രായേൽ ആക്രമിക്കാൻ പാടില്ല, മാത്രവുമല്ല ലെബനാനിലുള്ള ഇസ്രായേൽ സൈന്യം ഈ മേഖലയിൽ നിന്ന് പിന്മാറുകയുണ്ട്. 5 ഗ്രാമപ്രദേശങ്ങളിൽ ആ സമയത്ത് ഇസ്രായേലിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അവരതിൽ നിന്ന് ഒഴിവാകണം എന്നുകൂടി അതിനോടനുബന്ധിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തായിട്ടില്ല, അവർ ഒഴിവായിട്ടില്ല എന്ന് മാത്രമല്ല, ശക്തമായിരിക്കുന്ന ആക്രമണം നടത്തി. ആ ആക്രമണത്തോടനുബന്ധിച്ച് 30 മുതൽ 120ഓളം ആളുകൾ 2-3 ദിവസത്തിനിടയിൽ കൊല്ലപ്പെട്ടു. അത് ഇറാൻ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാക്കി, ഇറാൻ വലിയ രീതിയിലുള്ള വിഷയങ്ങളാക്കി എന്ന് മാത്രമല്ല, കരാർ വ്യവസ്ഥ ലംഘിച്ചതായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു ഇറാൻ. പിന്നീട് ഇറാനും അമേരിക്കയും തമ്മിൽ വീണ്ടും യുദ്ധം നടന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നടന്നിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഗസയുടെ മധ്യഭാഗത്തും വടക്കൻ ഭാഗത്തുമാണ് ആക്രമണം നടന്നത് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടു. ഹമാസ് ലക്ഷ്യങ്ങൾക്കെതിരെയാണ് ആക്രമണം നടത്തിയത് എന്ന് ഇസ്രായേൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ന്യായീകരിച്ചു. എന്നാൽ കൊല്ലപ്പെട്ടവരിൽ സാധാരണക്കാരും ആരോഗ്യ വിഭാഗം വിദഗ്ധരും സർക്കാർ പ്രതിനിധികളും സേവന മേഖലയിൽ സജീവമായിരിക്കുന്ന ആളുകളുമാണ്. അഥവാ അഭയാർത്ഥി ക്യാമ്പിലേക്കും അവരെന്ത് ചെയ്തിട്ടുണ്ട്, മിസൈൽ തൊടുത്ത് വിട്ടിട്ടുണ്ട്. ഈ ഭാഗത്താണ് കൂടുതൽ മരണം നടന്നത് എന്നതാണ് പറയപ്പെടുന്നത്. ഏകദേശം 20 മുതൽ 45 പേരോ അതിൽ കൂടുതലോ ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതും 3 മുതൽ മേൽപോട്ടുള്ള, അതായത് 10ഓളം ആളുകളുടെ നില ഗുരുതരമാണ് എന്ന റിപ്പോർട്ടും പുറത്തു വന്നു. ഇപ്പോൾ യഥാർത്ഥത്തിൽ വെടിനിർത്തലുണ്ട്. ഇപ്പോൾ ഹമാസിനെയാണ് പിടിക്കപ്പെടുന്നതെങ്കിൽ ഹമാസിനെയും ഈ കരാർ വ്യവസ്ഥൻ്റെ മധ്യേ പിടിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് അധികാരമില്ല. ഹമാസിനാണ് പിടികൂടുന്നതെങ്കിൽ ഹമാസിൻ്റെ ക്യാമ്പുകൾ ആക്രമിച്ചുകൊണ്ട് അവരെ ഇല്ലാതാക്കുകയോ പിടിക്കുകയോ അറസ്റ്റ് ചെയ്യുകയോ എന്ന് ചെയ്യാം. പക്ഷേ ഇവിടെ സാധാരണക്കാരാണ് മരിക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ബങ്കറുമായി ബന്ധപ്പെട്ടും അതിർത്തി മേഖലയായിട്ട് ബന്ധപ്പെട്ടും ഹമാസിന് ആയുധം നൽകുന്ന ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടെല്ലാം വലിയ രീതിയിലുള്ള അന്വേഷണം ഇപ്പോഴും നടക്കുന്നുണ്ട് ഗസക്കകത്ത്. പക്ഷെ ഒരു ലക്ഷ്യത്തിലെത്തിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. അതായത് ഇസ്രായേലിൻ്റെ ഇസ്രായേലിൻ്റെ ബന്ദികൾ അറസ്റ്റ് ചെയ്ത് ബങ്കറിലാക്കപ്പെട്ട ഏരിയകൾ അല്ലെങ്കിൽ ആ പ്രദേശം എവിടെ എന്നതുപോലും കൃത്യമായ രീതിയിൽ ഇപ്പോഴും ഇസ്രായേലിന് മനസ്സിലായിട്ടില്ല എന്ന് പറയുമ്പോൾ ചെറിയ സംഭവമൊന്നുമല്ല. ഇതിലിപ്പോൾ വലിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെപ്പ് നടന്നിട്ടുണ്ട് എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു. ഒരു ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ടാകാം എന്നാണ് അനുമാനം. 2-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ടാവാം എന്നും പറയുന്നു. അതൊരു കൃത്യമായിരിക്കുന്ന ഒരു സ്ഥിരീകരണ റിപ്പോർട്ടല്ല. പല ഘട്ടങ്ങളും അങ്ങനെ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. ഈ അടുത്താണ് ഗവൺമെൻറ് തലത്തിലുള്ള എല്ലാ സ്ഥാനവും ഹമാസ് ഒഴിയുന്നു. എന്നിട്ട് ഹമാസ് പറയുന്നു, ഇനി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിൻ്റെ സൈന്യം പിന്മാറുകയാണെങ്കിൽ ആയുധം പുതിയൊരു ഭരണ സംവിധാനത്തിന് പാലസ്തീൻ അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതോ അതല്ലെങ്കിൽ ലോകാടിസ്ഥാനത്തിൽ വ്യത്യസ്തമായിരിക്കുന്ന അറേബ്യൻ രാജ്യങ്ങളുടെ സംയുക്തമായിരിക്കുന്ന ഏകോപനത്തോടു കൂടി ഉണ്ടാക്കുന്ന സംവിധാനത്തിലോ ഞങ്ങൾ നൽകാൻ തയ്യാറാണ്.
ട്രംപ് പറഞ്ഞതിൻ്റെ പറഞ്ഞ ഉടനെ തന്നെ അവിടെ ആക്രമിക്കുകയും ചെയ്തു. അപ്പോൾ ട്രംപ് ഇസ്രായേലിൻ്റെ നയങ്ങൾക്കും നിലപാടിനും വിരുദ്ധമായിരിക്കുന്ന സമീപനം എടുക്കുകയാണെങ്കിൽ ട്രംപിനെ അംഗീകരിക്കില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ പറയാതെ പറയുന്നത്. പല ഘട്ടങ്ങളും അങ്ങാണ്. എപ്സ്റ്റീൻ ഫയലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ യഥാർത്ഥത്തിൽ അതിൻ്റെ പിന്നാമ്പുറം പ്രവർത്തിക്കുന്നത് ഇസ്രായേലാണ് എന്നുള്ളത് കൃത്യമാണ്. കാര്യം ഏറ്റവും കൂടുതൽ പേര് പരാമർശിക്കപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പേരാണ്. ഒരു ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയം കൂടി ഇസ്രായേൽ ട്രംപുമായിട്ട് ബന്ധപ്പെട്ട് കളിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാര്യം. ഒരുപാട് വീഡിയോസുകളും വോയിസ് റെക്കോർഡുകളും ചിത്രങ്ങളും എപ്സ്റ്റീൻ ഫയലുമായിട്ട് ബന്ധപ്പെട്ട് നിലവിൽ ട്രംപിൻ്റേതായത് ഇസ്രായേലിൻ്റെ കൈവശത്തിലുണ്ട്. അത് വെച്ച് പല ഘട്ടത്തിലും ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. കാര്യം ഇസ്രായേലാണ്, അത് അവരെ സംബന്ധിച്ചിടത്തോളം അവർ നിലനിൽപ്പിന് വേണ്ടി എന്തും ചെയ്യും. ആ തരത്തിലാണ് ഇപ്പോഴത്തെ വിഷയകാര്യങ്ങൾ നിലനിൽക്കുന്നത് എന്ന് ചുരുക്കം. അപ്പോൾ നമ്മൾ ഗസ വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് പറയുന്നത്. ഗസയിൽ മുൻപുള്ള അവസ്ഥാ സാഹചര്യങ്ങൾക്ക് ഇപ്പോഴും മാറ്റമില്ല, കുറച്ചുകൂടി ദയനീയമാണ് എന്നാണ്. അവിടെ കൃത്യമായ രീതിയിൽ അവിടുത്തെ യുവാക്കൾക്ക് ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ല. കൂടുതലും പോകേണ്ടത് നോക്കി ഈജിപ്തിൻ്റെ അതിർത്തി കടന്നു പോകണം. അവിടെ ഇപ്പോൾ കർക്കശമായിരിക്കുന്ന നിയന്ത്രണമാണ്. ഈ ലോകരാജ്യങ്ങൾ ഇവർക്ക് നൽകുന്ന വലിയ രീതിയിലുള്ള സഹായം അത് റഫ അതിർത്തി കടന്നുകൊണ്ട് കൃത്യതയോടുകൂടി ഇപ്പോഴും ഗസയിൽ എത്തുന്നില്ല. തട്ടിപ്പറിച്ച് കൊണ്ടുപോകുന്നു, പലതരത്തിലും നശിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ മേഖലയിൽ ഇസ്രായേൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൃത്യമാണ്. അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് പരമാവധി അവിടുത്തെ വിദ്യാലയങ്ങൾ തകർക്കപ്പെട്ടിരിക്കുന്നു. തുടർ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് യാതൊരു രീതിയിലും അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കാത്തൊരു വിഷയമുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഗസയുടെ പുനർനിർമ്മാണം ഈ മധ്യസ്ഥ കരാറിൽ വളരെ പ്രാധാന്യമായിട്ട് പറഞ്ഞതാണ്. അങ്ങനത്തെ ഒരു സംഭവം തന്നെ നടക്കുന്നില്ല. അപ്പോൾ അവിടെ വിദ്യാലയങ്ങളില്ല, പള്ളികൾ തകർക്കപ്പെട്ടിട്ടുണ്ട്, വീടുകൾ തകർക്കപ്പെട്ടിട്ടുണ്ട്, തൊഴിലിടങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട്. ജീവിതോപാധിയുമായിട്ട് ബന്ധപ്പെട്ട സർവ്വ മേഖലകളും അവരുടെ ഈ കമ്പനികളടക്കം, അതായത് തൊഴിൽ മേഖലയിലുള്ള കമ്പനികളടക്കം തകർക്കപ്പെട്ടിട്ടുണ്ട്. പിന്നീട് പുരാതന മ്യൂസിയങ്ങളാണെങ്കിലും പുരാതന ചർച്ചുകളാണെങ്കിലും തകർക്കപ്പെട്ടിട്ടുണ്ട്. യേശുക്രിസ്തുവിൻ്റെ കാലത്തുണ്ടായിരുന്ന ശേഷിക്കുന്ന 2 ചർച്ചുകളുണ്ടായിരുന്നു. ആ 2 ചർച്ചും ഈ ആക്രമണത്തിൽ ഇസ്രായേൽ തകർത്തതാണ്. അപ്പോൾ അങ്ങനെ പോകുന്നു ഇവിടുത്തെ സ്ഥിതിവിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ. അതായത് ഒരു ജയിലിലകപ്പെട്ട രീതിയിലുള്ള ഒരു ജീവിത അവസ്ഥ തന്നെയാണ് ഗസക്കാർക്ക് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ ഇരിക്കുന്ന ആ ഗസക്കാർക്ക് മേലെയാണ് വീണ്ടും ഷെല്ലാക്രമണം നടത്തി എന്നുള്ളതാണ്. അപ്പോൾ അഭയാർത്ഥി ക്യാമ്പിനെ സംബന്ധിച്ച് ഒരു അഭയാർത്ഥി ക്യാമ്പിൻ്റെ അകത്ത് കൂട്ടമായിരിക്കുന്ന അഭയാർത്ഥി ക്യാമ്പുകളാണ് ഗസയിലുള്ളത്. അതിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ഇത് പായിക്കുന്നത്. ഈ അവരുടെ മിസൈലാണെങ്കിലും അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആക്രമണ രീതികളാണെങ്കിലും. അപ്പോൾ ആളുകൾ കൂട്ടത്തോടെ ഓടുന്നു എന്ന് മാത്രമല്ല, ഒരു പ്രദേശത്തിൻ്റെ ചിത്രം ഇപ്പോൾ അന്താരാഷ്ട്ര മീഡിയയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നു. നമ്മൾക്ക് ആ ചിത്രങ്ങളൊന്നും അങ്ങനെ ഈ യൂട്യൂബിലൊന്നും ആഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അത് കുറേ നിയമപ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ചെയ്യാത്തത്. കോപ്പിറൈറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വരും. അപ്പോൾ അതിൽ വലിയ രീതിയിൽ ഏകദേശം 4 മീറ്റർ താഴ്ചയിൽ ആയിപ്പോയിട്ടുണ്ട് ഇവരുടെ ഈ ഷെല്ലാക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് പ്രദേശം. അവിടെ ഒരുപാട് അഭയാർത്ഥി ക്യാമ്പുകൾ തകർന്നിട്ടുണ്ട്. അവിടെയാണ് മരണങ്ങൾ കൂടുതൽ നടന്നത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ. ഗസയിൽക്കകത്ത് അന്താരാഷ്ട്ര മീഡിയകൾ വളരെ കുറവാണ്. ഒരുപാട് പേർ, അൽ ജസീറയുടെ ഒക്കെ ഒരുപാട് ഡസനോളം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. മറ്റ് പല അന്താരാഷ്ട്ര മീഡിയയുടെ റിപ്പോർട്ടർമാരും ഗസക്കകത്ത് കൊന്നിട്ടുണ്ട്. അത് ഇസ്രായേൽ കൃത്യമായ രീതിയിൽ മിസൈൽ പായിച്ച് തന്നെയാണ് കൊലപ്പെടുത്തിയത് എന്ന റിപ്പോർട്ട് അന്നൊക്കെ പുറത്തു വന്നതാണ്. അപ്പോൾ വളരെ കൃത്യതയോടുകൂടി സത്യസന്ധമായ രീതിയിൽ റിപ്പോർട്ട് ഗസയിൽ നിന്നിപ്പോൾ പുറത്തോട്ട് വരുന്നില്ല. അങ്ങനെ വരാനുള്ള സംവിധാനങ്ങളില്ല. അതുകൊണ്ട് ഇപ്പോൾ എന്താണോ അമേരിക്കക്ക് അനുകൂലമായിരിക്കുന്ന ടീം പറയുന്നത് അതാണ് കൂടുതലും പുറത്ത് വരുന്നത്. അപൂർവമായിട്ടാണ് ഈ വിവരങ്ങളൊക്കെ പുറത്ത്. നമ്മൾ പറയില്ല 1000 ചില്ലാനും ആളുകൾ കൊലപ്പെടുത്തിയിട്ട് എപ്പോൾ ഈ കരാർ വ്യവസ്ഥ നിലവിൽ വന്നതിന് ശേഷം കരാർ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ ഫലസ്തീന് മേലെ നടത്തിയിരിക്കുന്ന ആക്രമണത്തിൻ്റെ തുടർച്ചയായ രീതിയിലാണ് ഇത്തരം മരണങ്ങൾ നടന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യം ഗസയെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. അതേക്കുറിച്ച് തീർച്ചയായിട്ടും സംസാരിക്കേണ്ടിയിരിക്കുന്നു. ഇറാനെ പോലെ തന്നെ ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് അല്ലെങ്കിൽ ഒരു പ്രദേശമാണ് ഗസ എന്ന് പറയുന്നത്. അവിടെയും മനുഷ്യരുണ്ട്, അവിടെയും ജീവിതങ്ങളുണ്ട്, അവിടെയും പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. നമ്മളെപ്പോലുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു അംശം, ഒരു കണിക പോലും ഗസക്കാർക്കില്ല. അവർക്ക് പുറത്തു പോകാൻ പറ്റില്ല,
ചികിത്സിക്കാനുള്ള സാമ്പത്തിക രീതിയില്ല, സാമ്പത്തികം ഉള്ളവർക്ക് അവിടെ ആശുപത്രിയില്ല, കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ വേണ്ടി സാധിക്കുന്നില്ല, വിദ്യാഭ്യാസം നൽകാൻ സാമ്പത്തികം ഉണ്ടെങ്കിൽ അവിടെ വിദ്യാലയമില്ല, വിദ്യാലയം ഉണ്ടെങ്കിൽ അവിടെ അധ്യാപകരുണ്ടെങ്കിൽ ശമ്പളം കൊടുക്കാൻ ആളില്ല, കുടിവെള്ളം പ്രശ്നമാണ്, കറണ്ട് പ്രശ്നമാണ്, ജീവിത രീതി പ്രശ്നമാണ്, ഒരു രോഗം വന്നാൽ ചികിത്സിക്കാനുള്ള സംവിധാനമില്ല, മരണത്തെ പോലും ഭയപ്പെട്ട് ജീവിക്കുന്ന വല്ലാത്തൊരു ദയനീയ അവസ്ഥയിലേക്ക് ഗസ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമതും എന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്, അവരെ സ്മരിക്കേണ്ടതുണ്ട്, അവരുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നുകൂടി ഈ ഒരു വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായി രേഖപ്പെടുത്തണമെന്ന് അറിയിച്ചുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.